2020 ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനലിന് തുല്യമായ ഒരു മത്സരം. സെമിയിലേക്ക് ടിക്കറ്റ് എടുക്കാൻ ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും കളത്തിലെത്തി. ആദ്യം ബാറ്റ് ചെയ്തത് വെസ്റ്റ് ഇൻഡീസ് ടീം. 196 എന്ന മികച്ചൊരു ലക്ഷ്യം വിൻഡീസ് സംഘം ഇന്ത്യക്ക് മുന്നിലേക്ക് വെച്ചു. നീലപ്പട മറുപടിക്കിറങ്ങി. മൂന്നാം ഓവറിൽ അഖിൽ ഹുസൈനെ നേരിടുന്നത് മലയാളി താരം സഞ്ജു സാംസൺ. സ്റ്റമ്പിന് നേരെ എറിഞ്ഞാൽ സഞ്ജുവിനെ ഔട്ടാക്കാം. ഇതായിരുന്നു വിൻഡീസ് ബൗളറുടെ ചിന്ത. പിന്നിലേക്കിറങ്ങി ഹുസൈൻ്റെ പന്തിനെ സഞ്ജു ബൗണ്ടറി പായിച്ചു. മുമ്പത്തെ മത്സരങ്ങളിൽ കണ്ട പതിവ് ബലഹീനതകൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. മനോഹരമായ ഒരു ഇന്നിംഗ്സ് വരാനിരിക്കുന്നുവെന്ന് സൂചന നൽകി. പിന്നെ റെക്കോർഡുകൾ പലത് തിരുത്തിയെഴുതി ടീം ഇന്ത്യയെ അയാൾ തോളിലേറ്റി. സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെടാതെ ശാന്തമായി മുന്നേറി. കൃത്യമായ സമയങ്ങളിൽ ആക്രമണം നടത്തി. അഭിഷേക് പോയി, ഇഷാനും പുറത്തായി. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ നിർണായക സാന്നിധ്യവും നഷ്ടമായി. പക്ഷേ മറുവശത്തൊരു മലയാളി നീലപ്പടയെ മുന്നോട്ട് നയിക്കുകയായിരുന്നു. വെസ്റ്റ് ഇൻഡീസ് പരമാവധി ശ്രമിച്ചു നോക്കി. തിലക് വർമ്മയെയും ഹർദിക് പാണ്ഡ്യയെയും വീഴ്ത്തുവാൻ കഴിഞ്ഞു. വിൻഡീസിന് വീഴ്ത്താൻ കഴിയാത്തവനായി സഞ്ജു സാംസൺ ക്രീസിൽ തുടർന്നു. മത്സരം അവസാന ഓവറിലെത്തി. റൊമാരിയോ ഷെപ്പേർഡിന്റെ പന്തിൽ മറ്റൊരു ബൗണ്ടറി പിറന്നു. ഇന്ത്യൻ താരങ്ങൾ ആഘോഷം തുടങ്ങി. സഞ്ജു സാംസൺ ഇന്ത്യയുടെ വിജയം കുറിച്ച നിമിഷമായിരുന്നു അത്. വികാരഭരിതനായി അയാൾ ഗ്രൗണ്ടിൽ മുട്ടുകുത്തി. ഈ ദിവസം തൻ്റേതാക്കിയ ദൈവത്തിന് നന്ദി പറഞ്ഞു. അയാളുടെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. കരിയറിലെ മുന്നേറ്റങ്ങൾ, വഴിയിൽ ലഭിച്ച തിരിച്ചടികൾ, സ്വന്തം കഴിവിൽ സംശയിച്ചു പോയ നിമിഷങ്ങൾ, എല്ലാത്തിനുമൊടുവിൽ അയാൾക്കായി എഴുതി വെച്ച ദിവസം വന്നെത്തിയിരിക്കുന്നു. ലോകകപ്പ് എന്ന വലിയ വേദിയിൽ ഇന്ത്യൻ വിജയത്തിന് കാരണക്കാരൻ സഞ്ജു സാംസൺ എന്ന മലയാളിയുടെ സ്വപ്നം ലോകത്തോളം വലുതായിരിക്കും.